ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു സൈലം ലേണിംഗ്. അഖിൽ നാമസ് ആണ്. അപ്പോൾ നമ്മുടെ പബ്ലിക് എക്സാമിനേഷൻ ഒക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മുടെ എക്കണോമിക്സ് എക്സാം മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ എക്കണോമിക്സിലും നമുക്ക് ഫുൾ മാർക്കും തന്നെ സ്കോർ ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ മിസ് എന്ന് വന്നിട്ടുള്ളത് നമ്മുടെ മൈക്രോ എക്കണോമിക്സിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ ആദ്യം തന്നെ നമ്മുടെ ഇൻട്രൊഡക്ഷൻ ടു മൈക്രോ എക്കണോമിക്സ് എന്നുള്ള ചാപ്റ്ററിൽ നിർബന്ധമായും നിങ്ങൾ മാർക്കറ്റ് എക്കണോമിയുടെയും സെൻട്രലി പ്ലാൻഡ് എക്കണോമിയുടെയും ഫീച്ചേഴ്സ് പഠിച്ചിരിക്കണം. കാരണം അത് ഡിഫറൻസ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എന്നുള്ളത് മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആദ്യം ഓണർഷിപ്പ്, അതായത് സോഷ്യലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ ഗവൺമെന്റ് ഓണർഷിപ്പ് ആയിരിക്കും, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. ദെൻ ഇവരെങ്ങനെയാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കാണുന്നത്? സോഷ്യലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ പ്ലാനിംഗ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്, ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ പ്രൈസ് മെക്കാനിസം ഉപയോഗിച്ചിട്ടാണ്. ദെൻ ഇവരുടെ മോട്ടീവ് ആണെങ്കിൽ സോഷ്യലിസ്റ്റ് എക്കണോമിക്ക് സോഷ്യൽ വെൽഫെയർ മാത്രമാണ്, ജനക്ഷേമം മാത്രമാണ് അവരുടെ മോട്ടീവ്. ക്യാപിറ്റലിസ്റ്റ് എക്കണോമി ആണെങ്കിൽ പ്രോഫിറ്റ് ആണ് അവരുടെ മോട്ടീവ്. റോൾ ഓഫ് ഗവൺമെന്റ്, സോഷ്യലിസ്റ്റ് എക്കണോമിയുടെ ഫുൾ കൺട്രോളും ഗവൺമെന്റിന്റെ കയ്യിലാണെങ്കിൽ ക്യാപിറ്റലിസത്തിന് പാർഷ്യൽ കൺട്രോൾ മാത്രമാണ്. ഗവൺമെന്റിനെ എക്കണോമിയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യങ്ങളിൽ മാത്രമായിരിക്കും കൺട്രോൾ ഉണ്ടാവുക. ബാക്കി കൺട്രോളൊക്കെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന്റെ കയ്യിലായിരിക്കും. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിർബന്ധമായും നിങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും തമ്മിലുള്ള ഡിഫറൻസ് ടേബിൾ ആയിട്ട് തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ആണ് നിങ്ങൾ ആദ്യം അറിയേണ്ടത്. അതായത് മൈക്രോ എക്കണോമിക്സിന് ഇൻഡിവിജ്വൽ എക്കണോമിക് യൂണിറ്റുകളെ കുറിച്ച് മാത്രമാണ് അനലൈസ് ചെയ്യുക. മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിയെ മൊത്തത്തിലാണ് അനലൈസ് ചെയ്യുന്നത്. ഒറിജിൻ, അതായത് മൈക്രോ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് ഗ്രീക്ക് വേർഡ് ആയിട്ടുള്ള മൈക്രോസ് എന്നാണ്, വിച്ച് മീൻസ് സ്മോൾ. ഇനി മാക്രോ എന്നുള്ള വേർഡ് വന്നിട്ടുള്ളത് മാക്രോസ് എന്ന് പറഞ്ഞ ഗ്രീക്ക് വേർഡ് എന്നാണ്, അതിന്റെ മീനിങ് ലാർജ് എന്നാണ്. ദെൻ യൂണിറ്റ് ഓഫ് സ്റ്റഡി, മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് ഇൻഡിവിജ്വൽ യൂണിറ്റുകളെ കുറിച്ചാണ്, മാക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് അഗ്രിഗേറ്റ് എക്കണോമിക് യൂണിറ്റുകളെ കുറിച്ചാണ്. മെത്തേഡ് ഓഫ് സ്റ്റഡി, അതായത് മൈക്രോ എക്കണോമിക്സ് പഠിക്കുന്നത് ഒരു മാർക്കറ്റിന്റെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ചായിരിക്കും, പക്ഷേ മാക്രോ എക്കണോമിക്സ് ഒരുപാട് മാർക്കറ്റുകളുടെ ഇക്വിലിബ്രിയത്തിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. സ്കോപ്പ് ആണെങ്കിൽ മൈക്രോ എക്കണോമിക്സ് സിമ്പിൾ മൈക്രോ യൂണിറ്റ് ആയിരിക്കും, അതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് ആണെങ്കിൽ അഗ്രിഗേറ്റ് എക്കണോമിയാണ്. പിന്നെ പെർസ്പെക്റ്റീവ് പറയുകയാണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സ് വേംസ് ഐ വ്യൂ ആണ്, മാക്രോ എക്കണോമിക്സ് ബേർഡ്സ് ഐ വ്യൂ ആണ്. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. പിന്നെ ഇതിന്റെ കൂടെ തന്നെ ചോദിച്ചിട്ടുണ്ട് കുറച്ച് ഫാക്ടേഴ്സ് എന്നിട്ട് അത് മൈക്രോ ആയിട്ടും മാക്രോ ആയിട്ടും ക്ലാസിഫൈ ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ഒരു എക്കണോമിയുടെ റിസോഴ്സ് ആണെന്നുണ്ടെങ്കിൽ അത് മാക്രോ ആയിരിക്കും. ദെൻ ഔട്ട്പുട്ട് എഫ് ഫോം, ഒരൊറ്റ ഫോമിന്റെ ഔട്ട്പുട്ട് ആണ്, സോ അതെന്തായാലും മൈക്രോ ആയിരിക്കും. അൺഎംപ്ലോയ്മെന്റ് റേറ്റ് എക്കണോമിയെ മൊത്തത്തിൽ ബാധിക്കുന്ന കാര്യമാണ്, സോ അത് മാക്രോ ആയിരിക്കും. ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഒരൊറ്റ ആളുടെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചാണ് പറയുന്നത്, സോ അത് മൈക്രോ ആയിരിക്കും. അപ്പോൾ ഈ രീതിയിൽ മൈക്രോയും മാക്രോയും എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കാറുള്ളതാണ് ബേസിക് പ്രോബ്ലംസ് ഓഫ് എൻ എക്കണോമി, സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്നുള്ളത്. വാട്ട് ടു പ്രൊഡ്യൂസ് ആൻഡ് ഇൻ വാട്ട് ക്വാണ്ടിറ്റീസ്, എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, അത് എത്ര അളവിൽ പ്രൊഡ്യൂസ് ചെയ്യണം. ദെൻ ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ഏത് ടെക്നിക് ഓഫ് പ്രൊഡക്ഷൻ ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യണം, ലേബർ ഇൻറ്റൻസീവ് ഉപയോഗിക്കണോ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉപയോഗിക്കണോ, ഇനി അതിനുശേഷം കിട്ടിയിട്ടുള്ള നാഷണൽ ഇൻകം നമ്മൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനുകൾക്ക്. അപ്പോൾ ഈ പോയിന്റ്സ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. ഇനി നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ തിയറി ഓഫ് കൺസ്യൂമർ ബിഹേവിയർ, ഒരുപാട് വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്, ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ ഫീച്ചേഴ്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ് ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായും പഠിച്ചിരിക്കുക. ഈ 3 പോയിന്റ്സ് ആണ് നിങ്ങൾ പഠിക്കേണ്ടത്. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് നെഗറ്റീവ്ലി സ്ലോപ്ഡ് ആയിട്ടുള്ള ഗ്രാഫാണ്. ഹയർ ഐ സി ആണ് നമുക്ക് ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ തരുന്നത്. അതുപോലെ തന്നെ 2 ഐ സി ഒരിക്കലും തമ്മിൽ ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പോൾ ഈ 3 പോയിന്റ്സും നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കുക. പിന്നെ ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നതാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈനിൽ നിന്ന് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാനും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് കാണാനും സ്ലോപ്പ് കാണാനും നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് കാണാൻ M/P1 ആണ്. M എന്ന് പറഞ്ഞാൽ ഇൻകം ആയിരിക്കും, P1 എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഗുഡിന്റെ പ്രൈസ് ആയിരിക്കും. ഇതൊക്കെ ക്വസ്റ്റ്യനിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദെൻ വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് ആണെങ്കിൽ M/P2 ആണ്. P2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പ്രോഡക്റ്റിന്റെ പ്രൈസ് ആയിരിക്കും. പിന്നെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ -P1/P2 ആണ്. P1 ഉം P2 ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. അതിന്റെ കൂടെ ഒരു മൈനസ് മാത്രം നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി. ഇതൊന്നും കൂടാതെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എന്നുള്ളത് P1x1 + P2x2 = M എന്നുള്ളതാണ്. P1 ഉം P2 ഉം M ഒക്കെ നമുക്ക് ക്വസ്റ്റ്യനിൽ അവൈലബിൾ ആണ്. സോ P1 ഇവിടെ 15 ആണ്, P1. ദെൻ P2 നമുക്ക് 20 ആണ്, 20x2 = M 120 ആണ്. അപ്പോൾ ഈ രീതിയിൽ ബഡ്ജറ്റ് ലൈൻ ഇക്വേഷൻ ഫ്രെയിം ചെയ്യാനും കൂടി നിങ്ങൾ നിർബന്ധമായി അറിഞ്ഞിരിക്കണം. ഇനി ഇത് വരയ്ക്കാൻ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഹൊറിസോണ്ടൽ ഇന്റർസെപ്റ്റ് X ആക്സിസിലും വെർട്ടിക്കൽ ഇന്റർസെപ്റ്റ് Y ആക്സിസിലും കൊടുത്തിട്ട് 2 തമ്മിൽ യോജിപ്പിച്ച് വരച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റ് ലൈനായി. ബഡ്ജറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതിന്റെ മുകളിലായിട്ട് ആ ബഡ്ജറ്റ് ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ദെൻ അടുത്തതായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് നിർബന്ധമായും ചോദിക്കുന്നതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. ഇത് 8 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ എന്താണ് കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനും അതുപോലെ തന്നെ ആ ഗ്രാഫ് വരയ്ക്കാനുമായിട്ട് നിർബന്ധമായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവും ബഡ്ജറ്റ് ലൈനും കൂടെ ടാൻജന്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നമ്മുടെ കൺസ്യൂമർ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഈ ചാപ്റ്ററിൽ നിന്ന് അടുത്തത് ചോദിക്കാൻ പോകുന്ന 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ പോകുന്ന ചോദ്യമായിരിക്കും പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. അതിന്റെ ഇക്വേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ΔQ/ΔP × P/Q. അതിൽ ΔQ എന്ന് പറഞ്ഞാൽ നമുക്ക്
നമുക്കറിയാം ക്വാണ്ടിറ്റിയിൽ വരുന്ന ചേഞ്ച് ആണ്. 40 നിന്ന് 50 ആയിട്ടുണ്ടെങ്കിൽ എത്രയാണ് ചേഞ്ച്? ദെൻ ഡെൽറ്റ പി എന്ന് പറഞ്ഞാൽ പ്രൈസിൽ വരുന്ന ചേഞ്ച് ആണ്. 6 നിന്ന് 4 ആയിട്ടുണ്ടെങ്കിൽ എത്രയാണ് ചേഞ്ച്? ദെൻ നമ്മുടെ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള പ്രൈസ് ആണ്. ക്യൂ എന്ന് പറഞ്ഞാൽ മാറ്റം വരുന്നതിന് മുൻപേ ഉള്ള ക്വാണ്ടിറ്റി ആണ്. ഇത് നേരെ ഇക്വേഷനിലേക്ക് ഇട്ട് കൊടുക്കുന്നു, നമുക്ക് ആൻസർ കിട്ടുന്നു. ദെൻ ഇനി നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള പ്രൊഡക്ഷൻ ആൻഡ് കോസ്റ്റിലേക്ക് വരുന്ന സമയത്ത് എ പിയും എം പിയും കാണാനായിട്ട് നിർബന്ധമായി നിങ്ങൾ പഠിച്ചിരിക്കണം. ഈ രീതിയിൽ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. സോ എ പി എന്ന് പറഞ്ഞാൽ ടി പി ബൈ എൽ ആണ്. ടി പിയും എല്ലും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുത്ത് ആൻസർ കണ്ടുപിടിക്കാം. ദെൻ എം പി എന്ന് പറഞ്ഞാൽ ടി പി എൽ മൈനസ് ടി പി എൽ മൈനസ് 1. കൺഫ്യൂഷൻ ആവേണ്ട, നമ്മുടെ ഈ ടി പിയിൽ വരുന്ന ചേഞ്ച് ആണ്. 0 നിന്ന് 3 ആയപ്പോൾ 3 ആണ് വന്നിട്ടുള്ള ചേഞ്ച്, 3 നിന്ന് 10 ആയപ്പോൾ 7 ആണ് വന്നിട്ടുള്ള ചേഞ്ച്. ആ രീതിയിൽ നമുക്ക് ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് റിട്ടേൺസ് ടു സ്കെയിൽ. അതായത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ് എന്നുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നിങ്ങൾ നിർബന്ധമായും എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അറിഞ്ഞിരിക്കണം. നമുക്കറിയാം ലോങ് റണ്ണിലെ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ദെൻ അതിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ 3 സ്റ്റേജസും നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചിരിക്കണം. നമുക്കറിയാം 3 സ്റ്റേജസ് CRS, IRS, DRS. അതിൽ CRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇൻപുട്ടിലുണ്ടാകുന്ന അതേ ചേഞ്ചാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. IRS എന്ന് പറഞ്ഞാൽ ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാളും വലിയ ചേഞ്ചാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. DRS എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻപുട്ടിലുണ്ടാകുന്ന ചേഞ്ചിനേക്കാളും കുറഞ്ഞ ചേഞ്ചാണ് ഔട്ട്പുട്ടിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പഠിച്ചു വെക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് ഗ്രാഫുകളെ കുറിച്ച് പഠിക്കുന്നുണ്ട്, കോസ്റ്റ് കർവുകളെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് SAC, ഇതിൻ്റെ കൂടെ നമ്മൾ AVCയും SMCയും കൂടെ വരച്ച് ചേർക്കാനാണ് പറയുന്നത്. അപ്പോൾ നിർബന്ധമായിട്ടും ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആദ്യം നമ്മൾ AVC വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ രീതിയിലായിരിക്കണം നമ്മൾ AVC വരയ്ക്കേണ്ടത്. കാരണം ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് ഇവിടെ കൂടുതലായിരിക്കും, പക്ഷേ ഇവിടെ കുറവായിരിക്കും. ദെൻ SMC വരയ്ക്കാനാണെങ്കിൽ ഇവർ 2 പേരെയും കട്ട് ചെയ്തിട്ട് ഇവരുടെ മിനിമം പോയിന്റിലൂടെ കട്ട് ചെയ്തിട്ടായിരിക്കും SMC പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നിങ്ങൾ നിർബന്ധമായും അറിഞ്ഞിരിക്കണം. ഈ 3 ഗ്രാഫുകളും ആദ്യം കുറയുകയും പിന്നെ കൂടുകയും ചെയ്യുന്ന ഗ്രാഫാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് MCക്ക് ACയുമായിട്ടുള്ള അതേ റിലേഷൻഷിപ്പ് തന്നെയാണ് MCക്ക് AVCയുമായിട്ടും ഉള്ളത്. സോ ആദ്യം കുറയുകയും പിന്നെ കൂടുകയും ചെയ്യുന്ന ഗ്രാഫാണ്. ഇനി AC അല്ലെങ്കിൽ AVC കുറയുന്ന സമയത്ത് MC ആയിരിക്കും താഴെ ഉണ്ടാവുക. ഇനി AC അല്ലെങ്കിൽ AVC കൂടുന്ന സമയത്ത് MC ആയിരിക്കും മുകളിൽ ഉണ്ടാവുക. അതുപോലെ തന്നെ MC AVCനെയും ACനെയും കട്ട് ചെയ്യുന്നത് അതിൻ്റെ മിനിമം പോയിന്റിലൂടെ ആയിരിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. ദെൻ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് 8 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ഇതിലേതെങ്കിലും ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് നമ്മളോട് ബാക്കിയുള്ളതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറയും. TFCയും AVCയും അതുപോലെ തന്നെ AFCയും ACയും MCയും ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് പറയും. അപ്പം TFC കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല, കാരണം ക്വസ്റ്റ്യനിൽ തരുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ എല്ലാ ഔട്ട്പുട്ട് ലെവലിലും അത് കോൺസ്റ്റന്റ് ആയിരിക്കും. പിന്നെ TVC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ TC മൈനസ് TFC ആണ്. കാരണം TC എന്ന് പറയുന്നത് TFC പ്ലസ് TVC ആയിരിക്കും. ദെൻ AVC എന്ന് പറഞ്ഞാൽ TVC ബൈ Q ആണ്. AFC TFC ബൈ Q ആണ്. AC TC ബൈ Q ആണ്. MC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ TCN മൈനസ് TCN മൈനസ് 1. നമ്മൾ നേരത്തെ MP കണ്ടതുപോലെ തന്നെ ഈ TCയിൽ വരുന്ന ചേഞ്ച് ആണ്. 100 നിന്ന് 120 ആയപ്പോൾ 20 വന്നു, 120 നിന്ന് 140 ആയപ്പോൾ 20ന്റെ ചേഞ്ച് വന്നു, 140 നിന്ന് 150 ആയപ്പോൾ 10ന്റെ ചേഞ്ച് വന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. അങ്ങനെ 8 മാർക്കും നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ദെൻ നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തിയറി ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷനിലേക്ക് വരുന്ന സമയത്ത് അവിടെ സപ്ലൈ കർവും അതുപോലെ തന്നെ ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഫാക്ടേഴ്സ് റിലേഷൻഷിപ്പ് നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. പോസിറ്റീവ് എന്ന് പറയുന്ന സമയത്ത് ഈ ഫാക്ടർ കൂടുമ്പോൾ സപ്ലൈയും കൂടും. ഇനി നെഗറ്റീവ് ആണെന്ന് പറയുന്ന സമയത്ത് ഈ ഫാക്ടർ കൂടുമ്പോൾ സപ്ലൈ കുറയും. സോ പ്രൈസ് ഓഫ് ദി ഗുഡ് സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആയിരിക്കും. യൂണിറ്റ് ടാക്സ് റേറ്റും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റേറ്റ് ഓഫ് ടെക്നോളജിയും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പോസിറ്റീവ് ആയിരിക്കും. ഇൻപുട്ട് പ്രൈസും സപ്ലൈയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ ഈ ചാപ്റ്ററിൽ ഉറപ്പായിട്ടും ചോദിക്കാൻ പോകുന്ന ചോദ്യം ഇതാണ്: ഫീച്ചേഴ്സ് ഓഫ് പെർഫെക്റ്റ്ലി കോമ്പറ്റേറ്റീവ് മാർക്കറ്റ്. ഈ 5 ഫീച്ചേഴ്സ് ആണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും ഇത് തന്നെയാണ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതും. പിന്നെ ഈ ചാപ്റ്ററിൽ അതിൻ്റെ കൂടെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ളത്, ഇത് 8 മാർക്കിന് വരെ പോകാൻ സാധ്യതയുള്ള ചോദ്യമാണ്, പ്രോഫിറ്റ് മാക്സിമൈസേഷൻ കണ്ടീഷൻസ്. അത് ഷോർട്ട് റണ്ണിലും അതേപോലെ തന്നെ ലോങ് റണ്ണിലും 3 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഒന്നാമത്തെ കണ്ടീഷൻ P = MC ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ MC നോൺ ഡിക്രീസിങ് ആയിരിക്കണം. അതുപോലെ തന്നെ MC MRനെ കട്ട് ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ടായിരിക്കണം. പിന്നെ മൂന്നാമത്തെ കണ്ടീഷൻ ഷോർട്ട് റണ്ണിൽ വേറെ ലോങ് റണ്ണിൽ വേറെ ആയിട്ട് പറയുന്നുണ്ട്. ഷോർട്ട് റണ്ണിൽ P > AVC ആയിരിക്കണം. ഇനി ലോങ് റണ്ണിലാണെങ്കിൽ അത് P എല്ലാ റേസിനേക്കാളും കൂടുതലോ അതിന് ഈക്വലോ ആയിരിക്കണം. ഇതിൻ്റെ ഗ്രാഫും നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കുക. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള SACയും AVCയും SMCയും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഇതും വരയ്ക്കുന്നത്. അവിടെ 3 കണ്ടീഷൻസും, അതായത് SACയും AVCയും വരയ്ക്കുക, SMCയും വരയ്ക്കുക, കൂടെ ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് നിങ്ങളൊരു പ്രൈസ് ലൈനും കൂടെ വരച്ചു കൊടുക്കുക. നമുക്കറിയാം ഇത് തന്നെയാണ് MR എന്ന് പറയുന്നത്.
ഇവിടെ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഈ എ ആണ്. അതായത് ഇവിടെ പി ഈക്വൽ ടു എം സി ആണ്, എം സി ഇവിടെ നോൺ ഡിക്രീസിങ് ആണ്, എം സി എം ആറിനെ കട്ട് ചെയ്യുന്നത് അടിയിൽ കൂടെ വന്നിട്ടാണ്, എ സിയും എ ബി സിയും ഒക്കെ പിയുടെ താഴെയുമാണ്. അപ്പോൾ 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ഇവിടെ എ ആണ്. ദെൻ നമ്മുടെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മാർക്കറ്റ് ഇക്വിലിബ്രിയത്തിലേക്ക് വരുന്ന സമയത്ത് നിർബന്ധമായി 3 മാർക്കിന് അല്ലെങ്കിൽ 4 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇക്വിലിബ്രിയം പ്രൈസും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ക്യൂഡിയും ക്യൂഎസും നമുക്ക് തരും, 2 ഫംഗ്ഷനും നമുക്ക് തരും. നമുക്കറിയാം ക്യൂഡിയും ക്യൂഎസും ഈക്വൽ ആയിരിക്കും, മാർക്കറ്റ് ഇക്വിലിബ്രിയം ആണ്, മാർക്കറ്റ് ഡിമാൻഡ് മാർക്കറ്റ് സപ്ലൈയും ഈക്വൽ ആണ് എന്ന് നമുക്കറിയാം. സോ 2 ഇക്വേഷനും നമ്മൾ ഈക്വൽ ടു ആയിട്ട് ഇട്ട് കൊടുക്കും. അത് സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് പി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഇതിലേതെങ്കിലും ഒരു ഇക്വേഷന് പകരം പിയിൽ നമ്മൾ കണ്ടുപിടിച്ച വാല്യൂ ഇട്ട് കൊടുക്കുക, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും കിട്ടും. ഇത് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന പ്യുവർ മാത്സ് ആണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിർബന്ധമായിട്ടായിരിക്കും, സിമ്പിളായിട്ട് നിങ്ങൾക്ക് 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഈ ചാപ്റ്ററിൽ നിങ്ങൾ നിർബന്ധമായും പഠിച്ചു വെക്കേണ്ടത് പ്രൈസ് സീലിംഗും പ്രൈസ് ഫ്ലോറും എന്താണ്, അതുപോലെ അതിൻ്റെ ഗ്രാഫും. പ്രൈസ് സീലിംഗ് നമുക്കറിയാം, ഇക്വിലിബ്രിയം പ്രൈസ് വല്ലാതെ കൂടുന്ന സമയത്ത് അതിൻ്റെ താഴെയായിട്ട് ഗവൺമെൻറ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, അതാണ് പ്രൈസ് സീലിംഗ്. ഗ്രാഫ് നിർബന്ധമായും പഠിച്ചു വെക്കാം. പ്രൈസ് ഫ്ലോർ ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം പ്രൈസ് വല്ലാതെ കുറയുന്ന സമയത്ത് അതിൻ്റെ മുകളിലായിട്ട് ഗവൺമെൻറ് ഒരു പ്രൈസ് ഫിക്സ് ചെയ്യും പ്രൊഡ്യൂസേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പം അതാണ് പ്രൈസ് ഫ്ലോർ. ഗ്രാഫ് നിർബന്ധമായും പഠിച്ചു വെക്കാം. ഇത്രയും ചോദ്യങ്ങളാണ് മൈക്രോ എക്കണോമിക്സിൽ നിന്നും ഉറപ്പായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ കാണാൻ പോകുന്ന ചോദ്യങ്ങൾ. അപ്പോൾ ഈ ചോദ്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് പഠിക്കാനും കൂടുതൽ ഡിസ്കസ് ചെയ്യാനും, ഈ ചോദ്യങ്ങൾ മാത്രമല്ല ഇതിലും കൂടുതൽ ചാപ്റ്ററുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് ഇന്ന് വൈകുന്നേരമുള്ള ലൈവിൽ എല്ലാ മക്കളും കൃത്യസമയത്ത് തന്നെ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.